നമുക്ക് ഇതേപോലെ ഒരു 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു ക്രോയിസോൺ ബൈറ്റ്സ് ഉണ്ടാക്കിയാലോ? സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി വെച്ച് 16, 32 മിനി ക്രോയിസോൺസ് ഉണ്ടാക്കാം കേട്ടോ. 2 കപ്പ് ഫ്ലവർ ഒരു ബോളിലേക്ക് ഇടാം. 2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഏലക്കായുടെ പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിനുള്ളിലേക്ക് ഓയിൽ ഒരു 1/4 കപ്പ് ഓയിലാണ്ട് ഒഴിക്കുക. അത് കഴിഞ്ഞത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിച്ചമ്പൊടി പോലെ കിട്ടണം. അത് കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായിട്ട് വെള്ളം ആഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒറ്റയ്ക്ക് ചേർക്കരുത്. ചെറുതായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് ഒരു ഡോ പരുവത്തിൽ, സോഫ്റ്റ് ഡോ പരുവത്തിൽ എടുക്കുക. ഒരു 10 മിനിറ്റോളം നമ്മളത് കുഴക്കണം കേട്ടോ. അതിന് പാത്രത്തിൽ വയ്ക്കുക, അടച്ച് വയ്ക്കുക. ഒരു 15 മിനിറ്റ് നേരം അവിടെ വയ്ക്കട്ടെ. സമയം കൊണ്ട് നമുക്ക് സ്പൈസ് മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് സോൾട്ട് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, ചാട്ട് മസാല 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് സൈഡിലേക്ക് വയ്ക്കാം. ആ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ച ഡോ എടുക്കുക, പുറത്തേക്ക് എടുക്കുക. അതിനൊരു സിലിണ്ടർ ഷേപ്പ് പോലെ നമുക്ക് ഈസിയായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷേപ്പിലേക്കാണ് മാറ്റുക. അതിനെ 8 പീസായിട്ട് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ടക്കിങ് മെത്തേഡ് ഉപയോഗിച്ചത് ഇങ്ങനെ ബോളുകൾ കൊണ്ട് പിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 8 ബോളുകൾ കിട്ടും. അത് കഴിഞ്ഞ് അത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് റോളർ വെച്ച് അങ്ങോട്ട് റോൾ ചെയ്യുക. ഒരു ഡിസ്ക് സൈസിൽ നമുക്ക് അതിന് 4 ഉപയോഗിക്കണം. അതിൻ്റെ മുകളിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് 2ാമത്തെ ഷീറ്റ് വയ്ക്കുക. വീണ്ടും ഓയിൽ ഒഴിക്കുക, വീണ്ടും സ്പ്രെഡ് ചെയ്യുക. നമുക്ക് 3ാമത്തെ ഡിസ്ക് വയ്ക്കാം. അതിന് വീണ്ടും ഓയിൽ ഒഴിക്കുക, വീണ്ടും സ്പ്രെഡ് ചെയ്യുക. നമ്മുടെ ഫൈനൽ ഇതും വയ്ക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് കൈ വെച്ച് പ്രസ് ചെയ്ത് അത് മറച്ചിട്ട് വീണ്ടും പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു റോളിംഗ് പിൻ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്യാം. ഒരു പ്ലേറ്റിൻ്റെ സൈസിൽ കേട്ടോ, 10 ഇഞ്ച് പ്ലേറ്റിൻ്റെ സൈസിൽ. അത് കഴിഞ്ഞാൽ നമുക്ക് 16 ട്രയാങ്കിൾ ആക്കിയത് ഈ കാണുന്ന പോലെ അങ്ങോട്ട് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ക്രോയിസോൺ മടക്കണ പോലെ ഇതേപോലെ ആ വലിയ അറ്റത്തിൽ നിന്ന് ചെറിയ അറ്റത്തിലേക്ക് ഇങ്ങനെ മടക്കി വരാം. എന്നിട്ട് മുകളിൽ ഇച്ചിരി വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചും വയ്ക്കുക. അപ്പോൾ ക്രോയിസോൺ ഷേപ്പിലായി. അത് എല്ലാ ക്രോയിസോണും റെഡിയായി. നമുക്കിനി അത് ചൂടുള്ള ഓയിലിലേക്ക് അതിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അത് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഓയിലിൽ നിന്ന് അതെടുക്കുക. ഒരു കിച്ചൺ ടവൽ ഗ്രൈൻഡ് ചെയ്ത പേപ്പറിലേക്ക്. അപ്പോൾ എക്സ്ട്രാ ഇതിൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് പോയിക്കൊള്ളും. 2ാമത്തെ മെത്തേഡിന് അതേപോലെ തന്നെ ഓയിൽ ഡ്രിസിൽ ചെയ്യണം. ഈ ടൈപ്പിൽ ഇച്ചിരി മൈദയും ഡസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ റബ്ബ് ചെയ്ത് 4 ലെയറും ഇങ്ങനെ ഓരോ ലെയറായിട്ട് വെച്ച് നന്നായിട്ട് റോൾ ചെയ്ത് അതേപോലെ തന്നെ 16 കട്ട് ചെയ്ത് അത് ക്രോയിസോൺ ആക്കണം. 360 ഡിഗ്രി ഫാരനൈറ്റിൽ ഓവനിൽ വയ്ക്കുക, ബേക്ക് ചെയ്യുക. ഒരു 30-35 മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് സാധനം പുറത്തേക്ക് എടുക്കാതെ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്പൈസ് മിക്സ് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്തത് ഫ്രൈ ചെയ്തതിൻ്റെ മുകളിലേക്കാണ്. ബേക്ക് ചെയ്തതിൻ്റെ മുകളിലേക്കും സ്പൈസ് മിക്സ് ഇടാം. വീണ്ടും നമുക്ക് കിടിലൻ സാധനങ്ങൾ റെഡി. നമ്മുടെ ക്രോയിസോൺ ബൈറ്റ്സ് റെഡിയായി. ബേക്ക് ചെയ്തതുകൊണ്ട് ഇതിന്റെ ഓയിലുണ്ട്, നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിയാണ്. ഔട്ട്സൈഡ് പുറമാകുള്ളൂ, ഉള്ളിൽ സോഫ്റ്റ് ആണ്. പിന്നെ നമ്മളിവിടെ തട്ടിക്കൂട്ട് സ്പൈസസ് ഇട്ടില്ലേ, അതുകൊണ്ട് വേറെ ഇടത്തുണ്ട്. കൊള്ളാം. ഞാൻ ബേക്ക് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം. ബേക്ക് ചെയ്ത് കുറച്ചുകൂടി ക്രിസ്പാണ്, ഉള്ളിലെ കുറച്ചുകൂടി ക്രിസ്പാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഫ്രൈയിങ് ആണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഏത് വിധത്തിലും ഇത് റെഡിയാക്കാം. എന്തായാലും തയ്യാറാക്കി വെക്കോളൂ.
പിന്നെ എനിക്കൊരു സപ്പോർട്ട് തരാൻ മറക്കല്ലേ. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ. ഓക്കെ ബൈ, സീ യു വിത്ത് എ ന്യൂ വീഡിയോ.